പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം. കൗമുദി ടിവിയുടെ സ്നേക്ക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും ഇന്ന് മനസ്സിന് വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന കുറേ ദിനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. രണ്ട് വ്യക്തികളുടെ മുന്നിൽ കഴിഞ്ഞ് ഈ മാസം 14 തീയതി ഹർത്താൽ ദിനത്തിൽ ബാലരാമപുരത്തു നിന്നൊരു പാമ്പിനെ പിടികൂടാൻ പോവുകയും ബാലരാമപുരം ഹൗസിംഗ് ബോർഡിൽ നിന്ന് ആ പാമ്പിനെ പിടികൂടിയതിന് ശേഷം എനിക്ക് എമർജൻസി ആയിട്ട് കുളത്തൂപ്പുഴയിൽ 62ാമത്തെ രാജവെമ്പാലയെ പിടിക്കാനായിട്ട് അവിടുത്തെ റേഞ്ച് ഓഫീസർ അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ നിന്ന് വിളിക്കുകയും ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോകാനുള്ള തത്രപ്പാടിനിടയിൽ 2 വ്യക്തികൾ പാമ്പിനെ വീണ്ടും പ്രദർശിപ്പിക്കണമെന്ന് പറഞ്ഞ് വന്നു. പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം പറ്റത്തില്ല, എനിക്കൊരു എമർജൻസി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അന്ന് മിണ്ടാതെ പോയിട്ട് തൊട്ടടുത്ത ദിവസം പത്രങ്ങളിൽ 3 തൂലിക പത്രങ്ങളിൽ ആ ബാലരാമപുരം എഡീഷനിൽ വളരെ മോശമായിട്ട് എന്നെക്കുറിച്ച് ചിത്രീകരിക്കുകയും അതിന് ഞാൻ ചെയ്ത തെറ്റ് പാമ്പിനെ 2 വ്യക്തികൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചില്ല എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെയൊക്കെയുള്ള വിവാദങ്ങൾക്കിടയിൽ ഞാൻ ഈ മേഖല ഒഴിയുന്നുവെന്ന് ഫേസ്ബുക്കിലൂടെയും മറ്റ് പത്രമാധ്യമങ്ങളിലൂടെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ 2 വ്യക്തികളുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന മലയാളികളിൽ 3,25,00,000 ആൾക്കാരുള്ളതിൽ അതിൽ ഈ 2 വ്യക്തികളെ ഒഴിച്ച് അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന 10,000-10,000 പേരെ ഒഴിച്ച് ബാക്കി 3 കോടി ചില്ലുമാനം ആൾക്കാരുടെ നിർബന്ധം എൻ്റെ മൊബൈലിലൂടെയും നമ്മുടെ കൗമുദിയിൽ തന്നെ ഒരു 10,000 കോളുകൾ വന്നിരുന്നുവെന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഈ നല്ല മനസ്സുള്ള ജനങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ തീരുമാനം ഇനി പാമ്പ് പിടിക്കാൻ പോകുന്നില്ല എന്നുള്ള തീരുമാനം മാറ്റി എന്നെ സ്നേഹിക്കുന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് മനസ്സിനെ സഹോദരി സഹോദരന്മാരെ പോലെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അച്ഛനമ്മമാരെ പോലെ സ്നേഹിക്കുന്ന ഈ നല്ലവരായ കേരളീയർക്ക് വേണ്ടി വീണ്ടും ഈ ദിനത്തിൽ ഞങ്ങൾ യാത്രയാവുകയാണ്. ഞാനും നമ്മുടെ കൗമുദി ടിവിയുടെ സ്നേക്ക് മാസ്റ്ററിലെ മുഴുവൻ ടീമുമായിട്ട് യാത്ര തുടരുകയാണ്. ഇന്നത്തെ ദിവസം ശുഭ ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊല്ലം ജില്ലയിൽ തെമ്മലയ്ക്കടുത്ത് തെമ്മല ഡാമിനകത്ത് ഡാം കോളനി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട്ടിനകത്ത് കോഴിക്കോട്ടിൻ്റെ മേളിലൊരു പാമ്പിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്തായാലും രാജവെമ്പാല എന്ന് തന്നെയാണ് പറഞ്ഞത്. എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തേണ്ടതുണ്ടായിരുന്നു. എന്തായാലും അവിടെ എത്തി ആ കോഴിക്കോടിൻ്റെ മേളിൽ നിന്ന് ആ പാമ്പിനെ പിടികൂടാൻ കഴിഞ്ഞു. അങ്ങനെ എൻ്റെ ജീവിതത്തിന് 63ാമത്തെ രാജവെമ്പാലയും പിടികൂടാൻ കഴിഞ്ഞു. അദ്ദേഹത്തിനെ പിടികൂടി 10 അടി നീളവും 4 വയസ്സോളം പ്രായവുമുള്ള രാജവെമ്പാല പിടികൂടാൻ കഴിഞ്ഞു. അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ടതിനെ ഇന്നലെ ഞങ്ങൾ കാട്ടിലേക്ക് വിട്ടു. കാട്ടിലേക്ക് ഞങ്ങൾ പോകുന്ന സമയത്ത് എപ്പോഴും പറയുമ്പോൾ ആനയുടെയൊക്കെ ചിഹ്നവിളി അടുത്ത് കേൾക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തിനെ റിലീസ് ചെയ്ത് വന്ന് ക്ഷീണം മാറ്റി ഉള്ള അടുത്ത ദിവസമാണിത്. ആദ്യത്തെ കോളിനായി നമ്മുടെ കൗമുദി ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പുതിയ അതിഥിക്കായി ഈ ശുഭദിനത്തിൽ യാത്രയാവും. ഹലോ, അതെ സുരേഷാണ് ഇത്. അതെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മലയൻകീഴാണ്. മലയൻകീഴ്. അതെ, എവിടെയാണ് സാർ ഇത്? തെന്മല. ഓക്കെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും പെട്ടെന്ന് തിരിക്കാം. ഓക്കെ ശരി. ഇന്നലെ പിടിച്ചെടുത്തോ? ശരി. അപ്പോൾ എനിക്ക് സ്ഥലം ഞാനങ്ങ് എത്തിക്കോളാം. 1.5 മണിക്കൂർ. ഓക്കെ ശരി. എന്തായാലും അതിഥി രാജവെമ്പാലയാണ്. കൊല്ലം ജില്ലയിൽ തെമ്മലയ്ക്കടുത്ത് ഇന്നലെ ഞാൻ രാജവെമ്പാല പിടികൂടി. അതേ സ്ഥലത്തു നിന്നാണ് ഇന്ന് രാജവെമ്പാലയുടെ കോൾ വന്നിരിക്കുന്നത്. ഇന്നലെ പിടിച്ചത് മെയിലായിരുന്നു, ഇന്നപ്പോൾ ഫീമെയിലായിരിക്കും എന്ന് ഉറപ്പാണ്. എന്തായാലും നമുക്ക് ആ സ്ഥലത്തേക്ക് പോവാം. എനിക്ക് ഭയങ്കര ടെൻഷൻ ആയി തുടങ്ങി. ഇനി കുറച്ചുകൂടെ താമസിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ. ഇതൊരു ആറ്റിൻ്റെ തീരത്തെ ഒരു വീട്ടിൽ അടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് 2 മീറ്റർ അകലമേ ഉള്ളൂ വെള്ളത്തിലേക്കെന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് ആ സ്ഥലത്ത് എത്താൻ ശ്രമിക്കാം. സമയം അധികം കളയാനില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന കുളത്തൂപ്പുഴയിൽ നിന്ന് തെമ്മലയ്ക്ക് പോകുന്ന വഴിയിൽ കുളത്തൂപ്പുഴ മെഡിസിൻ പ്ലാന്റിൻ്റെ അടുത്താണ്.
അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ഓഫീസർമാരെ കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഓഫീസർമാർ 3 പേര് ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവരെയും കൊണ്ട് നമ്മൾ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ അകലമേ ഉള്ളൂ ഈ പാമ്പിരിക്കുന്ന സ്ഥലത്തേക്ക്. എന്നാൽ നമുക്ക് സമയം കളയാനില്ല. എന്തായാലും ഞാനും ഇന്നലെയൊക്കെ ഒരുപാട് ഓടി ക്ഷീണിച്ചു. എന്തായാലും നമുക്ക് ആ സ്ഥലത്തേക്ക് പെട്ടെന്ന് ഇവരെയും കൊണ്ട് എത്തേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാം. ഇനി സമയം കളയേണ്ടതില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ തെമ്മല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തെമ്മല ഡാം കോളനിക്ക് അടുത്താണ് നിൽക്കുന്നത്. ഇന്നലെ വൈകിട്ട് ഇവിടെ നിന്ന് രാജവെമ്പല പിടികൂടി. അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ നിന്ന് അഞ്ചലിൻ്റെ ഫോറസ്റ്റിലെ സാറിനോട് പറഞ്ഞ് ഇന്ന് വീണ്ടും വരേണ്ടി വരുമെന്ന് പറഞ്ഞു. എന്തായാലും വന്നു. നമുക്കധികം സമയം കളയാനില്ല. അത് വെള്ളത്തിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് പോകാം. രാജവെമ്പല എൻ്റെ ജീവിതത്തിൽ 63ാമത്തെ ഇന്നലെ പിടിച്ചു. 64ാമത്തെ രാജവെമ്പല ഇന്ന് പിടിക്കാനുള്ള ശ്രമമാണ്. നമുക്ക് എന്തായാലും ആ സ്ഥലത്തേക്ക് പോകാൻ സമയം ഒട്ടും നമുക്ക് കളയാനില്ല. ഇതിനെ പിടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി നമ്മുടെ കൗമുദി TV-യുടെ പ്രേക്ഷകർക്ക് വേണ്ടി ബാക്കി കാര്യങ്ങൾ പിടിച്ച് ചാക്കിലാക്കിയതിന് ശേഷം നമുക്ക് പറയാവുന്നതാണ്. എന്തായാലും നമുക്ക് ആ സ്ഥലത്തേക്ക് എത്താം. അപ്പുറത്താണോ? ഈ സൈഡിലാണ്. അയ്യോ പണിയാണല്ലോ. ഇസ്ലാമിൻ്റെ കഴിവിൻ്റെ പരമാവധി ഇത് എങ്ങോട്ട് ചാടുന്നുണ്ടെന്ന് നോക്കിക്കൊള്ളണം. അഥവാ നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും അപ്പുറത്ത് വരെ എങ്ങോട്ട് പോകുന്നെന്ന് നോക്കിക്കൊള്ളണം. അങ്ങോട്ട് നിങ്ങൾ അഥവാ വരികയാണെങ്കിൽ ഇങ്ങോട്ട് മാറിക്കൊള്ളണം. പറ്റുമെങ്കിൽ ഈ കയറിൻ്റെ അപ്പുറത്ത് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന നോക്കണം. കയറിൻ്റെ അപ്പുറത്ത് ഇറങ്ങി നിൽക്കാൻ നോക്കണം. എങ്ങോട്ട് പോകണം, താഴെ പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അപ്പുറത്ത് ആൾ നിൽപ്പുണ്ട്. എങ്ങോട്ട് കയറണം നോക്കിക്കൊള്ളുക. അത് മാത്രം നിങ്ങൾ ഈ കയറിനപ്പുറം പുറകിലേക്ക് ഇറങ്ങി നിൽക്കണം. പുറകിൽ എല്ലാവരും പുറകിലേക്ക് ചേട്ടാ ആ സജീവ് നിങ്ങൾ ഇവിടെ തന്നെ നിന്നാ. ഞാനേ അല്ല ഇവിടുന്ന് സാറേ ഈ പാടാണ്. സുരേഷ് ഇവിടെ നോക്കിക്കോളണം. അഥവാ ഇങ്ങോട്ട് ഓടി കയറണമെങ്കിൽ നോക്കിക്കോളണം. പറ്റുമെങ്കിൽ ഇങ്ങോട്ട് ഓടിച്ച് കയറ്റാം. എന്തായാലും നമ്മൾ ഈ പാമ്പിനെ കണ്ടു. ഇതാണ് ഒരു മഞ്ഞ കളറിൽ കാണുന്നുണ്ട്. രാജവെമ്പാല എന്നറിയപ്പെടുന്ന കിങ്കോബ്ര എന്നറിയപ്പെടുന്ന പാമ്പ് തന്നെയാണ് ഇതായിരിക്കുന്ന കാര്യം. ഇത് മിക്കവാറും താഴെ വെള്ളത്തിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നതാണ്. ഇത്രയും ഇതിൽ നമുക്കിത് പിറകെ മാറ്റാൻ കഴിയില്ല. എന്നാലും ഇത് കഴിവിൻ്റെ പരമാവധി താഴോട്ട് ഇറക്കാതിരിക്കാൻ ശ്രമിക്കുന്നത്. ഞാനേ അങ്ങോട്ട് ഓടിച്ച് കയറട്ടെ. വനത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നത് അടിക്കാട് ഉണ്ടാവാൻ സാധ്യത കാണുന്നില്ല. അപ്പോൾ അടിക്കാട് ഇല്ലാതെ വരുമ്പോൾ ഈ ഉരകങ്ങൾക്കെല്ലാം ചൂട് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ ഇവ ഉടനെ അടുത്ത് ആൾവാസമുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ അടുത്ത വെള്ളമുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ വെള്ളത്തിൽ കൂടി വന്ന് പെട്ടതായിരിക്കണം ഈ രാജവെമ്പാല.
കരയിൽ ജീവിക്കുന്ന ഏറ്റവും വലിപ്പമുള്ള വിഷപ്പാമ്പാണ് രാജവെമ്പാല. രാജവെമ്പാലയുടെ വിഷം മുഖ്യമായും പ്രോട്ടീനുകളും പോളിപെപ്റ്റൈഡുകളും അടങ്ങിയതാണ്. ഇത് ഇവയുടെ കണ്ണുകൾക്ക് പിറകിലുള്ള ദഹനഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. രാജവെമ്പാല കൊത്തുമ്പോൾ 1/2 ഇഞ്ച് നീളമുള്ള അവയുടെ പല്ലുകൾ കൊണ്ട് വിഷം ഇരയുടെ ദേഹത്തേക്ക് കുത്തിവെക്കുകയാണ് പതിവ്. രാജവെമ്പാലയുടെ വിഷം ഇരയുടെ നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത്. വിഷബാധ ഇരകളിൽ കലശലായ വേദനയും കാഴ്ചമങ്ങലും തലചുറ്റലും ശരീരസ്തംഭനവും വരുത്തിവെക്കുന്നു. വിഷബാധയേറ്റ് മിനിറ്റുകൾക്കുള്ളിൽ ഹൃദയത്തിന്റെ പ്രവർത്തനം തകരാറിലാവുകയും വിഷബാധയേറ്റ ജീവി കോമ അവസ്ഥയിലെത്തുകയും ചെയ്യുന്നു. തുടർന്നു വരുന്ന ശ്വാസതടസ്സം വിഷബാധയേറ്റവരിൽ മരണം വരുത്തിവെക്കുന്നു. എന്തായാലും നമ്മൾ ഈ അതിഥിയെ പിടികൂടി ഇന്നലെ വൈകിട്ട് 5:30 മണിയോടുകൂടി ഇവിടെ നിന്നൊരു രാജവെമ്പാല പിടികൂടി. ഇവിടെ നിന്നൊരു 3 വീട് അപ്പുറം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ആൺപാമ്പാണ്. അതിൻ്റെ ഫീമെയിലിനെ പെൺപാമ്പിനെ അടുത്ത ദിവസം പിടികൂടാൻ പറ്റുമെന്ന് നമ്മുടെ അഞ്ചൽ റേഞ്ചിൽ നിന്ന് വന്ന ഓഫീസർമാരോട് പറഞ്ഞിരുന്നു. ഇന്ന് അതുപോലെ അതിൻ്റെ അടുത്ത് ആ സ്ഥലത്ത് ഒരു 5 വീട് അപ്പുറം ഈ ഫീമെയിൽ പെൺ രാജവെമ്പാല പിടികൂടാൻ കഴിഞ്ഞു. ഇതിന് ഏകദേശം ഒരു 12 വയസ്സോളം പ്രായമുള്ള ഫീമെയിൽ രാജവെമ്പാല, ഏകദേശം 14 അടിയോളം നീളം ഇദ്ദേഹത്തിനുണ്ട്. 10 കിലോയ്ക്ക് അടുത്ത് ഭാരമുള്ള പെൺ രാജവെമ്പാലയാണ്. എന്തായാലും ആള് കൂടുന്നത് കൊണ്ട് നമുക്കിതിനെ അധികം വെച്ച് പ്രദർശിപ്പിക്കാനോ അല്ലെങ്കിൽ അധികം വെച്ച് കളിക്കാനോ കഴിയില്ല. ഈ അതിഥിയെ ഉടൻ തന്നെ ചാക്കിലാക്കുന്നു. നമ്മൾ ഇന്നലെ പിടികൂടിയ രാജവെമ്പാല 63ാമത്തെ രാജവെമ്പാലാണ് എൻ്റെ ജീവിതത്തിൽ. ഇന്നത് 64ാമത്തെ രാജവെമ്പാല. പക്ഷേ ഒരു 4 ദിവസങ്ങൾക്ക് മുന്നേ ഈ കേരളത്തിലെ മലയാളികളെല്ലാം കണ്ടിരുന്നിരിക്കാം വാവാ സുരേഷ് പാമ്പിൻ്റെ മേഖല ഒഴിവാക്കുന്നുവെന്ന്. അത് കാരണം എന്നെക്കുറിച്ച് ഞാൻ അറിയാതെ എന്നെക്കുറിച്ച് മോശമായിട്ടൊരു റിപ്പോർട്ട്, ഒരു പാമ്പിനെ ജനങ്ങൾ 2 വ്യക്തികളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പാമ്പിനെ പിടിക്കുന്നത് വെറ്റെന്തോ ഉദ്ദേശങ്ങൾ കൊണ്ടാണെന്ന് 2 പേർ പ്രചരിപ്പിച്ചു. അത് 3 തൂലിക മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ പാമ്പ് മേലെ വിടുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നല്ലവരായ കേരളീയർ 3,25,00,000 ചില്ലുമാനം ആൾക്കാരുള്ള കേരളീയരിൽ 3 കോടി ചില്ലുമാനം പേര് എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ഈ ഫീൽഡിലേക്ക് വന്നു. വീണ്ടും ഫീൽഡിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് ആദ്യമായി ഇന്നലെ ഇവിടുന്ന് പിടിയുടെ രാജവെമ്പാല ഇത് 2ാമത്തെ രാജവെമ്പാല. എന്തായാലും വളരെ നല്ല സാന്നിധ്യം. എന്തായാലും ഇവിടുത്തെ ജനങ്ങൾ അറിയേണ്ട ഒരു കാര്യം, രാജവെമ്പാല എന്ന് പറയുന്ന പാമ്പ് വെനമസ് ആണ്. കടിയേറ്റാൽ മരണം സംഭവിക്കും. 6 മിനിറ്റ് പോലും ആ ആളിനെ അതിജീവിക്കാൻ കഴിയില്ല. എനിക്കാണെങ്കിൽ തന്നെ 1-2 മണിക്കൂറെ രാജവെമ്പാല കടിയേറ്റാൽ ജീവിക്കാൻ കഴിയൂ. എന്തായാലും ഈ അതിഥിയെ നമുക്ക് നമ്മുടെ ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു. ഇനി നമ്മൾ നമ്മുടെ പോലീസ് ഓഫീസർക്ക്, നമ്മുടെ ഫോറസ്റ്റ് ഓഫീസർമാർക്കൊക്കെ ജോലി കുറയ്ക്കാം. ഇങ്ങനെ നിന്നാൽ വൈകിട്ട് ഇവിടെ നിൽക്കാനേ കഴിയും. കാണാനായി ഇങ്ങനെ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കും. എന്തായാലും നമുക്ക് ഈ അതിഥിയെ ചാക്കിലാക്കാം. ഒരു ചാക്കിലാക്കി നമുക്ക് ഇവിടെ നടത്തും. ഇന്ന് തന്നെ ഉടനെ തന്നെ ഇതിനെ കാട്ടിലേക്ക് വിടുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭർത്താവ് ഇദ്ദേഹത്തിന് അടുത്ത് കാത്തിരിക്കുകയാണ്. ഇന്നലെ വിട്ട സ്ഥലത്ത്. അപ്പോൾ അവിടെ തന്നെ ഇദ്ദേഹത്തിന് വിടേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ അതിഥിയെ ചാക്കിലാക്കാൻ ശ്രമിക്കുകയാണ്. വിവാദങ്ങൾക്ക് ഒരു പ്രകൃതി സ്നേഹിയെ തളർത്താനാകില്ല. വിവാദങ്ങൾക്ക് വിരാമം. സ്നേഹത്തിന്റെ ഭാഷയിൽ ജനങ്ങൾ തിരികെ വിളിച്ചു. വാവാ സുരേഷിന്റെ ശക്തമായ മടങ്ങിവരവ് ജനങ്ങളുടെ രക്ഷകനായി, പ്രകൃതിയുടെ സംരക്ഷകനായി.
കൗമുദി TV-യുടെ സ്നേക്ക് മാസ്റ്റർ എന്ന പ്രോഗ്രാമിലൂടെ ജനങ്ങളുടെ മുന്നിൽ കഴിഞ്ഞ 2 ആഴ്ച രാജവെമ്പാലകൾ തന്നെയായിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ അട്ടത്തോട് എന്ന സ്ഥലത്ത്, ശബരിമല പോകുന്ന വഴിക്ക് അട്ടത്തോട് എന്ന സ്ഥലത്ത് പിടികൂടി 2 രാജവെമ്പാലകളായിരുന്നു 2 ആഴ്ച. അപ്പോൾ ഇന്നലെ അത് കഴിഞ്ഞ് 60-61 രാജവെമ്പാല കേരളാമതി സ്നേക്ക് മാസ്റ്റർ കൗമുദി TV-യുടെ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിൽ ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു. അത് കഴിഞ്ഞ് 62ാമത്തെ രാജവെമ്പാല വരാനിരിക്കുന്നു. 63ാമത്തെ രാജവെമ്പാല ഇന്നലെ ഇവിടുന്ന് പിടികൂടി. ഇത് 64ാമത്തെ രാജവെമ്പാലയാണ്. നമ്മുടെ മലയാളികളായ അല്ലെങ്കിൽ നമ്മുടെ 3,25,00,000-ഓളം ആൾക്കാർ കേരളത്തിലുള്ളതിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ ഈ അതിഥിയെ അടുത്ത വരുന്ന എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നു. എന്തായാലും ഈ നല്ലവരായ നാട്ടുകാർ, കാരണം എൻ്റെ സാധാരണക്കാരനായ എന്നെ ഇവരെല്ലാവരും ഇവരെല്ലാവരും എന്നെ സ്നേഹിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഓഫീസർമാരുടെ അശ്രാന്ത പരിശ്രമവും അല്ലെങ്കിൽ ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞു. ആ ഓഫീസർമാർ പറഞ്ഞ ഉടനെ തന്നെ ജനങ്ങൾ കേട്ടു. കാരണം ചില സ്ഥലത്ത് പോകുമ്പോൾ ഓഫീസർമാർ പറഞ്ഞാൽ പോലും കേൾക്കാത്ത സ്ഥലങ്ങളാണുള്ളത്. പക്ഷേ ഇവിടെ നല്ല സമീപനമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ 12 വയസ്സ് പ്രായമുള്ള പെൺ രാജവെമ്പാലയെ വളരെ അനായാസം, ഞാൻ പേടിച്ച് വെള്ളത്തിൽ കൂടെ പോകുന്നൊക്കെയാണ്, പക്ഷേ അതൊന്നും പോയില്ല. വളരെ പെട്ടെന്ന് അദ്ദേഹത്തിനെ പിടികൂടാൻ കഴിഞ്ഞു. ഇവർക്ക് ഇത്രയും നേരം ഞാൻ കളിപ്പിച്ച് തന്നെ ഇവർക്ക് കാണാൻ വേണ്ടി ഇവരുടെ മൊബൈലിൽ പകർത്താൻ വേണ്ടിയാണ്. കാരണം അല്ലാതെ ഇവിടെ നിന്നൊരു പാമ്പിനൊന്ന് ഓടി പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് ഈ പാമ്പിൻ്റെ പ്രത്യേകം അറിയാൻ കഴിയില്ല. എന്തായാലും ഈ നല്ലവരായ നാട്ടുകാർ അറിയുക, ഇത് എൻഡേഞ്ചറസ് സ്പീഷീസാണ്. ഇദ്ദേഹത്തിനെ കൊല്ലുകയോ മാരകമായി മുറിവേൽപ്പിക്കുകയോ ചെയ്താൽ, കൃഷ്ണസർപ്പം എന്നറിയപ്പെടുന്ന രാജവെമ്പാലയെ കൊല്ലുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്താൽ 1 ലക്ഷം രൂപ പിഴയും 6 വർഷം ജയിൽവാസമാണ്. എൻഡേഞ്ചറസ് സ്പീഷീസ് പട്ടികയിൽ പെട്ടതാണ് രാജവെമ്പാല. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്ന ജീവിയാണ് രാജവെമ്പാല. കാരണം ഒരു വർഷത്തിൽ ശരാശരി 50-നും 75-നും ഇടയിൽ പാമ്പുകളെ, മൂർഖനെയും അണലിയും ചേരയും ശംഖുവരനെയൊക്കെ ഭക്ഷിക്കുന്ന പാമ്പാണ് ഇദ്ദേഹം. പെരുമ്പാമ്പിനെയൊക്കെ ഭക്ഷിക്കുന്ന പാമ്പാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിനെ കണ്ടാൽ ഒരു കാരണവശാലും നിങ്ങൾ ഇതുപോലെ മാറി നിന്ന് വീക്ഷിക്കുക. അതിനുശേഷം എന്നെപ്പോലുള്ളവർ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെടുക. ഞങ്ങൾ വന്ന് അതിനെ ഒരു അപകടം കൂടാതെ അതിൻ്റെ നിങ്ങൾ കണ്ട് വളരെ സ്മൂത്തായിട്ടാണ് അദ്ദേഹത്തിനെ പിടികൂടിയത്. എന്തായാലും അദ്ദേഹത്തിന് ഈ അതിഥിയെ ഞങ്ങൾ ഉടനെ തന്നെ അഞ്ചൽ റേഞ്ചിൻ്റെ ഓഫീസർമാരുണ്ട്, അവരോടൊപ്പം ചെന്ന് ഇന്നലെ ഇതിൻ്റെ ആൺപാമ്പിനെ വിട്ട് അതേ സ്ഥലത്ത് തന്നെ ഇദ്ദേഹത്തിനെ റിലീസ് ചെയ്യേണ്ടത്. അതിസാഹസികമായ നിമിഷങ്ങൾക്കൊടുവിൽ രാജവെമ്പാല വാവാ സുരേഷിന്റെ കൈകളിൽ ഭദ്രം. നാട്ടുകാരുടെ ഭീതിക്ക് വിരാമമായി. ഇനി ഈ അതിഥിയെ സ്വതന്ത്രമായി പ്രകൃതിയിലേക്ക് തന്നെ തിരിച്ചയക്കണം. അതിനുള്ള തയ്യാറെടുപ്പിലാണ് വാവ. ഉൾക്കാട്ടിലെ സാഹസികമായ മുഹൂർത്തങ്ങൾക്കായി അടുത്ത അധ്യായം വരെ കാത്തിരിക്കുക. വാവ ദ സ്നേക്ക് മാസ്റ്റർ. പാമ്പുകളെ കണ്ടാൽ നിങ്ങളും വാവാ സുരേഷിനെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 938797944441.